മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ശാസ്ത്രജ്ഞൻ ആരാണെന്ന ചോദ്യത്തിന് ഒട്ടും മടിക്കാതെ പറയാൻ കഴിയുന്നൊരു ഉത്തരമാണ് ജപ്പാൻകാരനായ ഷിരോ ഇഷി എന്ന പേര്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജപ്പാൻ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന യൂണിറ്റ് 731 എന്ന കുപ്രസിദ്ധമായ മെഡിക്കൽ റിസർച്ച് വിഭാഗത്തിൻ്റെ തലവനായിരുന്നു ഇയാൾ. ഒരു ഡോക്ടർ എന്നാൽ സാധാരണയായി ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയാണ്. എന്നാൽ മനുഷ്യജീവൻ എടുക്കുന്ന അന്തകനായി എങ്ങനെ മാറാമെന്നതിൻ്റെ ഒരു ഭീകരമായ ഉദാഹരണമാണ് ഇഷിയുടെ ജീവിതം. ആരെയും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഇയാൾ ചൈനയിലെ ഹാർബിൻ നഗരത്തിൽ തടവുകാരുടെ മേലെ നടത്തിയിരുന്നത്. ചെറുപ്പം മുതലേ അസാമാന്യ ബുദ്ധിശക്തിയുള്ള ആളായിരുന്നു ഷിരോ ഇഷി. 1892 ജപ്പാനിലെ ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച അയാൾ പഠിക്കാനും മിടുക്കനായിരുന്നു. അസാമാന്യമായ ബുദ്ധിശക്തി അയാൾക്ക് ചെറുപ്പത്തിൽ തന്നെ ജീനിയസ് എന്ന പേര് നേടിക്കൊടുത്തു. പഠനം പൂർത്തിയാക്കിയ ശേഷം ഷിരോ ഇഷി സൈന്യത്തിൽ ചേർന്നു. പിന്നീട് അയാൾ ഇംപീരിയൽ ജപ്പാനീസ് ആർമിയിൽ ഡോക്ടറായി മാറി. 1927 ഷിരോ ഇഷി ആദ്യമായി ജൈവായുധം എന്ന വാക്ക് കേൾക്കുന്നത് തന്നെ. അതോടെ ലോകത്തിലെ ഏറ്റവും മാരകമായ ജൈവായുധം ഉണ്ടാക്കണം എന്ന ആഗ്രഹം അയാളുടെ ഉള്ളിലുണ്ടായിരുന്നു. 1928 സൈന്യത്തിൻ്റെ അനുമതിയോടെ മറ്റ് രാജ്യങ്ങളിലെ സൈന്യങ്ങൾ ജൈവായുധങ്ങളുടെ കാര്യത്തിൽ എന്ത് നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നേരിൽ കാണാനായി ഷിരോ ഇഷി ലോക പര്യടനത്തിന് പോയി. തിരികെ വന്ന ശേഷം തൻ്റെ പ്ലാനിൽ വീണ്ടും ചില മാറ്റങ്ങൾ വരുത്തി. അപ്പോൾ അയാളെ സൈന്യം ടോക്കിയോ ആർമി മെഡിക്കൽ സ്കൂളിൻ്റെ തലവനായി മേജർ റാങ്കിൽ നിയമിച്ചു. സൈന്യത്തിൽ അയാൾക്ക് കേണൽ ചിക്കാഹിഗോ കൊയ്സുമി എന്ന ശാസ്ത്രജ്ഞനായ ഒരു സുഹൃത്തിനെയും കിട്ടി. കൊയ്സുമി പിന്നീട് ജപ്പാൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായപ്പോൾ ഷിരോ ഇഷിയെയും അദ്ദേഹം തൻ്റെ കൂടെ കൂട്ടി. അങ്ങനെയിരിക്കെയാണ് 1931 ജപ്പാൻ മഞ്ചൂരിയയിൽ അധിനിവേശം നടത്തുന്നത്. അവിടുത്തെ ബേൻഹ എന്ന ഗ്രാമത്തിലാണ് ഷിരോ ഇഷി തൻ്റെ യൂണിറ്റ് 731 എന്ന പരീക്ഷണശാല സ്ഥാപിക്കുന്നത്. അവിടെ ജാപ്പാനീസ് സൈന്യം പിടികൂടിയ 1000-ലധികം പേരെ പാർപ്പിച്ചിരുന്നു. അവർക്ക് മേൽ ഷിരോ ഇഷിയുടെ അതിക്രൂരമായ പരീക്ഷണങ്ങൾ പലതും അരങ്ങേറി. അവിടെ വരുന്നവരെ നേരെ കൊന്നുകളയുകയായിരുന്നു പതിവ്. കൊല്ലുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. 2 ദിവസം കൂടുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ചോര ഊറ്റിയെടുക്കും. അങ്ങനെ തുടർച്ചയായി ചെല്ലുമ്പോൾ ഒടുവിൽ അവർ വല്ലാതെ ക്ഷീണിച്ച ഒരു അവസ്ഥയിലാകും. ആ അവസ്ഥയിലുള്ള തടവുകാരുടെ ദേഹത്തേക്ക് വിഷം കുത്തിവെക്കുമ്പോൾ അവർ പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഈ ബാരക്കിലേക്ക് കടന്നു വന്ന പലരും പിന്നീട് ജീവനോടെ പുറത്തേക്ക് പോയിട്ടുമില്ല. എന്നാൽ ജാപ്പനീസ് സൈനികർ ഒരിക്കൽ ഉത്സവ ആഘോഷങ്ങൾക്കിടയിൽ മദ്യപിച്ച് ലക്കുകെട്ട് കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ 16 തടവുകാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അവരാണ് അവിടെ നടന്ന ഈ പീഡനങ്ങളുടെ വിവരങ്ങൾ പുറത്തു പറയുന്നത്. ഷിരോയുടെ യൂണിറ്റ് 731 ഒരു സ്വയം പര്യാപ്ത സ്ഥാപനമായിരുന്നു. നല്ലൊരു ടെസ്റ്റിംഗ് ലബോറട്ടറി, ടെസ്റ്റിങ്ങിന് എടുക്കാൻ ഇഷ്ടം പോലെ തടവുപുള്ളികൾ, രാസായുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യത്തിലധികം രാസവസ്തുക്കൾ, വിമാനവും ഹെലികോപ്റ്ററും ഇറങ്ങാനുള്ള സൗകര്യമുള്ള ഒരു എയർഫീൽഡ്, പരീക്ഷണത്തിനിടെ മരിച്ചുപോകുന്ന തടവുകാരെ ചുട്ടുകരിക്കാൻ ഒരു ക്രിമറ്റോറിയം എല്ലാം അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ജാപ്പനീസ് സൈനികർക്ക് വന്നിരിക്കാൻ ബാറും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടും എന്തിന് ഒരു വേശ്യാലയം പോലും ഉള്ള ഒന്നായിരുന്നു യൂണിറ്റ് 731. ഷിരോ നടത്തിയ ഏറ്റവും ഭീകരമായ ഒരു പരീക്ഷണത്തെ പറയുന്ന പേരാണ് ഫ്രോസ്റ്റ് ബൈറ്റ് എന്നത്. ഇതിനായി തടവുകാരിൽ ചിലരെ കൈകൾക്ക് സംരക്ഷണം നൽകാതെ കൊടിയ തണുപ്പത്ത് പുറത്തിറക്കി നിർത്തും. ആ പരീക്ഷണങ്ങളിലൂടെയാണ് ഫ്രോസ്റ്റ് ബൈറ്റിനുള്ള ചികിത്സ 110 ഡിഗ്രിക്ക് മേൽ താപനിലയുള്ള വെള്ളത്തിൽ കൈ മുക്കിവെക്കുക എന്നതാണെന്ന് അവർ കണ്ടെത്തുന്നത്. എന്നാൽ ഈ കണ്ടെത്തലിലേക്ക് എത്തിപ്പെട്ട രീതി വളരെ ക്രൂരമായിരുന്നു. തിരഞ്ഞെടുക്കുന്ന തടവുകാരെ കൈകൾക്ക് സംരക്ഷണം നൽകാതെ ആ തണുപ്പ് കാലത്ത് പുറത്തിറക്കി നിർത്തും. ഇടയ്ക്കിടെ കൈകൾ ചെറുതായി നനച്ചു കൊടുത്ത് അവർക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് വരാൻ വേണ്ടി ഇവർ കാത്തു നിൽക്കും. പിന്നീട് ആ കൈകളിൽ ഫ്രോസ്റ്റ് ബൈറ്റ് വന്നോ എന്നറിയാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന ടെക്നിക്ക് വളരെ ലളിതമായിരുന്നു. അവരുടെ കയ്യിലുള്ളൊരു വടി കൊണ്ട് ഈ വിരലിൽ തട്ടി നോക്കും. ബോർഡിൽ തട്ടുന്ന അതേ ശബ്ദം വന്നാൽ ഫ്രോസ്റ്റ് ബൈറ്റ് ഏറ്റു എന്നാണ് അർത്ഥം. അങ്ങനെ ഫ്രോസ്റ്റ് ബൈറ്റ് വന്നു എന്നുറപ്പിച്ച വിരലിനെ പിന്നീട് ഈ ഗവേഷകർ വെട്ടിയെടുക്കും. വെട്ടിയെടുത്ത വിരലുമേർ അവർ ലാബിൽ വെച്ച് പലതരം പരീക്ഷണങ്ങൾ നടത്തും. അതുകൊണ്ട് മതിയാകാതെ വരുമ്പോൾ അവർ അടുത്ത വിരലും വെട്ടിയെടുക്കും. അങ്ങനെ വെട്ടി കയ്യിലും കാലിലും വിരലുകൾ ബാക്കിയില്ലാതെ വരുമ്പോൾ ആ ശരീരം രാസായുധ പരീക്ഷണങ്ങൾക്ക് വിട്ടു നൽകും. അപ്പോഴും പക്ഷേ അവയിൽ ജീവൻ അവശേഷിക്കുന്നുണ്ടാകും. ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തി നിരവധി പേരെ വധിച്ചിട്ടാണെങ്കിലും ലോകത്തെ മറ്റുള്ള മെഡിക്കൽ ഗവേഷകരേക്കാൾ 4-5 വർഷം മുമ്പ് ജാപ്പനീസ് സൈനിക ഡോക്ടർമാർക്ക് ഫ്രോസ്റ്റ് ബൈറ്റിനുള്ള പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു. അതുപോലെ വിഷവാതകങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന മാസ്കുകളുടെ ടെസ്റ്റിങ്ങിനും പാവങ്ങളെയാണ് പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഗവേഷണത്തിൻ്റെ തുടക്കത്തിലൊക്കെ മാസ്കുകൾ പരാജയപ്പെടാറുണ്ട്. അപ്പോഴൊക്കെ ഈ തടവുകാർ ആ പരീക്ഷണങ്ങളിൽ മരണപ്പെടുകയും ചെയ്യും. ഷിരോ ഇഷിയുടെ സിഫിലിസ് പരീക്ഷണങ്ങളും കുപ്രസിദ്ധമാണ്. ആദ്യം അയാൾ ഒരു തടവുകാരനിലേക്ക് സിഫിലിസ് രോഗാണുവിനെ കടത്തിവിട്ട് അയാളെ സിഫിലിസ് രോഗബാധിതനാക്കും. എന്നിട്ട് അയാളെ കൊണ്ട് സഹതടവുകാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടിക്കും. അതിനുശേഷം സ്വാഭാവികമായി സിഫിലിസ് രണ്ടാമത്തെ ആളിലേക്ക് പകരാൻ
എത്ര ദിവസം എടുക്കുന്നു എന്ന് നിരീക്ഷിക്കും. അതുപോലെ തന്നെ ടൈഫോയിഡ് രോഗാണുക്കളെ കുത്തിവെച്ച ഭക്ഷണം തടവുകാർക്ക് നൽകിയ ശേഷം അത് പടർന്നു പിടിക്കുന്നതിൻ്റെ പാറ്റേൺ നിരീക്ഷണത്തിന് വിധേയമാക്കും. ഒരിക്കൽ ഇയാൾ കുട്ടികൾക്ക് ആന്ത്രാക്സ് ബാക്ടീരിയ കലർത്തിയ ചോക്ലേറ്റുകൾ കഴിക്കാൻ നൽകിയിരുന്നു. വിശന്ന് വരഞ്ഞിരുന്ന പല കുഞ്ഞുങ്ങളും എന്തെന്ന് പോലും ചോദിക്കാതെ അത് കഴിക്കുകയും ചെയ്തു. ഷിരോ ഇഷി തങ്ങളോട് ദയ കാണിച്ചതാണെന്ന് കരുതി ആ ചോക്ലേറ്റുകൾ കഴിച്ച പല കുഞ്ഞുങ്ങളും ആന്ത്രാക്സ് ബാധിച്ച് മരിച്ചുപോയിരുന്നു. അവസാന കാലത്ത് അമേരിക്കയ്ക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി പ്ലേഗ് ബോംബുകൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ഷിരോ ഇഷി. എന്നാൽ ഷിരോ ഇഷിയുടെ പരീക്ഷണം പൂർത്തിയാകും മുമ്പ് 1945 അമേരിക്ക ജപ്പാൻ്റെ മണ്ണിൽ ആറ്റം ബോംബ് ഇടുകയും അതോടെ രണ്ടാം ലോകമഹായുദ്ധത്തിന് അവിചാരിതമായ ഒരു അവസാനം ഉണ്ടാവുകയും ചെയ്തു. ഷിറോയുടെ യൂണിറ്റ് 731 അടച്ചുപൂട്ടി. അതോടെ അയാളുടെ രാസായുധ സ്വപ്നങ്ങളും അവിടെ അവസാനിച്ചു. യൂണിറ്റ് 731മായി ബന്ധപ്പെട്ട് ഷിരോ ഇഷി കൊലപ്പെടുത്തിയവരുടെ കൃത്യം എണ്ണം ലഭ്യമല്ല. എന്നാലും ഏകദേശം ഒരു കണക്ക് വെച്ച് അത് 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ വരുമെന്നാണ് പറയുന്നത്. യുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടപ്പോൾ പിടിക്കപ്പെടുമെന്ന് ഭയന്ന ഇഷി തൻ്റെ പരീക്ഷണ വിവരങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ അമേരിക്കൻ സൈന്യത്തിന് ഈ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. തൻ്റെ ഗവേഷണ രഹസ്യങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറാം എന്ന നിബന്ധനയിൽ ഇയാൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കരാറുണ്ടാക്കി. ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളികൾ ഒരാൾ ഒരു വിചാരണ പോലും നേരിടാതെ സ്വതന്ത്രനായി പുറത്തിറങ്ങുകയും ചെയ്തു. പിന്നീട് തൻ്റെ 67-ാം വയസ്സിൽ തൊണ്ടയിൽ ക്യാൻസർ ബാധിച്ചാണ് ഷിരോ ഇഷി മരിക്കുന്നത്.